ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഓൻ സ്വന്തം തന്നെ ഉണ്ടാക്കി ഫ്ലൂട്ട് ഉണ്ടാക്കി ഓൻ തന്നെ ഊതി പഠിക്കുന്നുണ്ട്. അപ്പം തോന്നി ഞങ്ങൾക്ക് മോനക്ക് ഇങ്ങനെ കഴിവുണ്ടെന്ന്. അങ്ങനെ അവനെ ചേർക്കാൻ തുടങ്ങി. ഹായ്, എൻ്റെ പേര് ശ്രീഗോവിന്ദ്. ഞാൻ പേരാവൂർ സെൻറ്റ് ജോസഫ് HSSൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഈ കഴിഞ്ഞ സബ് ജില്ലാ കലോത്സവത്തിലും ജില്ലാ കലോത്സവത്തിലും ഓടക്കുലിൽ ഫസ്റ്റ് ഗ്രേഡ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ അച്ഛൻ വിജയകുമാർ, എൻ്റെ അമ്മ സനിത, കൂടാതെ എനിക്കൊരു ഏട്ടൻ കൂടിയുണ്ട്. ആദർശ് എന്നാണ് പേര്. തിരുവനന്തപുരത്താണ്, PGക്ക് പഠിക്കുന്നു. ശ്വസനത്തിൻ്റെയും വിരലുകളുടെയും ചലനങ്ങളുടെ കൃത്യമായ നിയന്ത്രണത്തിലൂടെ ഏകാഗ്രതയിലും ഏറെ നാളത്തെ പരിശീലനത്തിലൂടെയും സ്വായത്തമാക്കുന്ന ഒന്നാണ് പുല്ലാങ്കുഴൽ വായന. പേരാവൂർ ഇരിപ്രക്കുന്ന് വീട്ടിൽ വിജയകുമാർ സുനിത ദമ്പതികളുടെ മകൻ ശ്രീഗോവിന്ദ് ഓടക്കുഴലിൽ നാദവിസ്മയം തീർക്കുകയാണ്.
പേരാവൂർ സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീഗോവിന്ദ് ഇരിട്ടി ഉപജില്ല, കണ്ണൂർ ജില്ലാ കലോത്സവങ്ങളിൽ ഫസ്റ്റ് എ ഗ്രേഡ് വാങ്ങി സ്കൂളിനും പേരാവൂരിനും അഭിമാനമായി മാറിയിരിക്കുകയാണ്. 6 വർഷം വടക്കോല് പഠിക്കാൻ തുടങ്ങിയിട്ട്. കാക്കങ്ങാടിലെ പത്മനാഭൻ മാഷ്, പ്രകാശൻ മാഷ്, പിന്നെ ഒരു അമലേട്ടനും കൂടിയാണ് പഠിപ്പിച്ചത്. ഏകദേശം 9ഓളം കുട്ടികൾ അതിൽ പങ്കെടുത്തു. എല്ലാവരും നന്നായിട്ട് വായിക്കുന്നുണ്ട്. കുറച്ച് ടൈറ്റായിരുന്നു, കുഴപ്പമില്ല. ക്ലാസിക്കലാണ് ഇഷ്ടം. സംസ്ഥാന കലോത്സവത്തിൽ നല്ലോണം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇത് ജേതാവാകാൻ. നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും എല്ലാവരും മുഴുവൻ സപ്പോർട്ടായിരുന്നു. സ്കൂളിലുള്ള ഹെഡ് മാസ്റ്റർ സണ്ണി സാറ്, മെരിയ ടീച്ചർ, റോബിൻ സാറ്, ക്ലാസ് ടീച്ചറായ പൗളി ടീച്ചർ, കൂടാതെ ജിൻസി ടീച്ചർ, അങ്ങനെ കുറേ ടീച്ചർമാരും ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു ഇതിലേക്ക് മത്സരിക്കാനും പഠിക്കാനും ഒക്കെ. വളരെ സന്തോഷമുണ്ട്. മകൻ പിന്നെ ഓടക്കുഴൽ അഭ്യസിച്ച മുതൽ പിന്നെ ചെറുപ്പത്തിലെ അവന് അതിനോട് വലിയ താല്പര്യമായിരുന്നു. അപ്പോൾ ഞാനും അവൻ്റെ അമ്മയും അതിന് വളരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ഇപ്പോൾ പിന്നെ ഈ ജില്ലാ മത്സരത്തിൽ ഇപ്പം കഴിഞ്ഞ 19 നടന്ന ജില്ലാ മത്സരത്തിൽ അവിടെ വെച്ച് നടന്ന വളരെ ടൈറ്റുള്ള മത്സരമായിരുന്നു. എന്നിരുന്നാൽ പോലും മോനത് പിന്നെ ഫസ്റ്റ് എ ഗ്രേഡ് നേടി സംസ്ഥാന തലത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. സബ് ജില്ലയിൽ പോയപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. മോർക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയില്ലായിരുന്നു. ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ഈ റിസൾട്ട് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. മോന് ഒരുപാട് ആഗ്രഹിച്ചത് ആ ജില്ലയിലൊക്കെ പോകണമെന്ന്. പിന്നെ കുറേ പിള്ളേരുണ്ട്, എല്ലാവരും നല്ലോണം പാടുന്നൊക്കെ ഉണ്ട്. പക്ഷെ കുഞ്ഞുനാളിലെ മോന് ഭയങ്കര ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് ഫ്ലൂട്ട് ഉണ്ടാക്കി വായിച്ച് നോക്കൂ. നാലാം ക്ലാസ് പഠിക്കുമ്പോൾ ഓൻ സ്വന്തം തന്നെ ഫ്ലൂട്ട് ഉണ്ടാക്കി ഓൻ തന്നെ ഊതി പഠിക്കുന്നുണ്ട്. അപ്പം തോന്നി ഞങ്ങൾക്ക് മോനക്ക് ഇങ്ങനെ കഴിവുണ്ടെന്ന്. അങ്ങനെ ചേർക്കാൻ തുടങ്ങി. ഓൺലൈനിൽ അന്ന് പഠിപ്പിച്ചേ. അവൻ ചെറുപ്പത്തിലെ പിന്നെ ഈ വീട്ടിൽ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യില്ലാന്ന്. അപ്പോൾ അവനെന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനത് ക്ലിയറാക്കി കൊടുക്കുന്നത്. അങ്ങനെയല്ല ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ അവനത് ഗ്രഹിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് മനസ്സിലായി. അവന് ഈ മേഖലയിൽ തന്നെ പിന്നെ പഠിക്കാനുള്ള നല്ല താല്പര്യമുണ്ട്. അപ്പോൾ പിന്നെ കലാമത്സരത്തിൽ മാത്രമല്ല, അവൻ ശാസ്ത്രമേളയിലും പങ്കെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജില്ലാതലത്തിൽ ജോമെട്രിക് ചാർട്ടിന് ഫസ്റ്റ് എ ഗ്രേഡ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം മത്സരത്തിൽ പങ്കെടുപ്പ് എല്ലാം കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ട് പിന്നെ ഒന്നിനെ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം. അതിലവന് NCCയിലും അവന് പിന്നെ കേഡറ്റാണ്. പിന്നെ ക്യാമ്പിനെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടുത്തൊരു ക്യാമ്പുണ്ട് 23-ന്. ജയസ് സാറാണ് അവൻ്റെ NCC കേഡറ്റിൻ്റെ സാറ്. പിന്നെ ഇപ്പോൾ അവന് ക്യാമ്പിന് പങ്കെടുത്ത് തയ്യാറെടുപ്പിലാണ്. പിന്നെ അടുത്ത EBSB ക്യാമ്പിന് പങ്കെടുക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാത്തിലും താല്പര്യമാണ്.
സംസ്ഥാന കലോത്സവത്തിലും ശ്രീഗോവിന്ദിന് ഒന്നാം സ്ഥാനം ലഭിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. ന്യൂസ് ഡെസ്ക് ഹൈവിഷൻ.